പ്രിയമുള്ളവരെ, ജീവനും ജീവിതത്തിലും ഒക്കെ വിലയില്ലാത്ത കാലഘട്ടമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു പോയി. കാരണം എന്തെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ നൊന്ത് പ്രസവിച്ച മക്കളെപ്പോലും അമ്മമാർക്ക് വേണ്ടാത്ത കാലഘട്ടമായി പോയി. എവിടേക്കാണ് നമ്മുടെ ഈ ലോകം എത്തുന്നത് എന്ന് ഒരു വിവരവുമില്ല. കാരണം നമ്മളിപ്പോൾ എത്രയോ വീഡിയോകൾ കണ്ടു കഴിഞ്ഞു. സ്വന്തം അമ്മ മകനെ ഒരു കാമുകന് വേണ്ടിയിട്ട് മകനെ തല്ലുന്നു, മകനെ മാന്തുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ ഒരു വിലയുമില്ലാത്ത, ജീവിതത്തിന് പോലും ഒരു വിലയില്ലാത്ത കാലഘട്ടമായി മാറി. പക്ഷേ എനിക്ക് തോന്നുന്നത് മനുഷ്യരെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് മൃഗങ്ങളെന്ന്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു നായ ഗർഭിണിയായ ഒരു പട്ടി. അപ്പോൾ ഈ പട്ടിക്ക് നല്ല പ്രസവ വേദന ഇളകിയപ്പോൾ പട്ടി ചെന്ന് കിടന്നത് എവിടെ അറിയോ? റെയിൽവേ ട്രാക്കിൽ. ഈ റെയിൽവേ ട്രാക്കിൽ കിടന്നപ്പോൾ അങ്ങനെ ഈ ഒരു പട്ടി ഏകദേശം ഒരു 4 കുഞ്ഞുങ്ങൾക്ക് ജീവൻ കൊടുത്തു, അതും റെയിൽവേ ട്രാക്കിൽ കിടന്നിട്ട്. അപ്പം ഞാൻ ചിന്തിച്ചു നോക്കി, ഈ റെയിൽവേ ട്രാക്കിലൊക്കെ കടന്ന് പ്രസവിച്ച് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത്. അപ്പോൾ ട്രെയിൻ വരുമ്പോൾ ഈ കുട്ടികളും ഈ നായ എല്ലാം ചത്തുപോകും. അങ്ങനെ ഒരു നായ, അതായത് ഒരു മലയുടെ മുകളിൽ നിന്ന് ഈ ഒരു നായ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നായ എന്താ ചെയ്യുന്നത്? മലയുടെ മുകളിൽ നിന്ന് വലിയൊരു പാറ കഷ്ണം ഉരുട്ടി ഈ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളുകയാണ്. റെയിൽവേ ട്രാക്കിലേക്ക് തള്ളുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ റെയിൽവേ പാളത്തിൻ്റെ മേലെ ചെന്ന് വീഴും. ആ ട്രെയിന് അവിടെ സ്റ്റോപ്പാവും. എന്നിട്ട് ഈ പാറക്കഷ്ണത്തിൻ്റെ മേലെ പോയിട്ട് നിന്ന് ഈ നായ കുരക്കുന്ന രംഗമാണ്. കുരച്ചിട്ട് അതിലെ തീവണ്ടിയത്തെ മറ്റേ ഡ്രൈവറെ വിളിച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഈ ഡ്രൈവർ വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ചോര കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു പട്ടിയെയാണ് കാണുന്നത്. അപ്പോൾ ഈ വ്യക്തി മനസ്സലിഞ്ഞു പോയി. ഈ ഡ്രൈവർ ഇത് കണ്ട് മനസ്സലിഞ്ഞു പോയി. കാരണം മനുഷ്യരെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് നമ്മുടെ മൃഗങ്ങൾ. ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് ഒരു വിലയുമില്ലാത്ത കാലമായി പോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, സ്നേഹത്തിനൊന്നും ഇപ്പോൾ ഒരു വിലയുമില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.